കർത്താവ് പറഞ്ഞ ഞാൻ ഭൂമി തീയിടാനാ വന്നിരിക്കുന്നത്. അതിപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളാമായിരുന്നു. ഇതല്ലാതെ മറ്റെന്ത് ചിന്തിക്കുന്നു പറയരുത്. ഇതെല്ലാം മറ്റൊന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വേറെ ഒന്നും ആഗ്രഹമില്ല. എന്തോ തീയാണെന്നറിയാമോ? യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ പറഞ്ഞു, മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞു, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവന് ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ മാനസാന്തര സ്നാനം കഴിപ്പിക്കുന്നു. എന്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ എന്ത് ചെയ്യും? ആത്മാവിലും സ്നാനം കഴിപ്പിക്കും. അതാണ് കർത്താവ് പറഞ്ഞത്. ഞാൻ തീയിടാനാ വന്നിരിക്കുന്ന ഭൂമിയിൽ, വേറെ ഒന്നിനുമല്ല. അത് ഇപ്പോഴേ കത്തികൾ കൊള്ളാതിരിക്കട്ടെ നമ്മുടെ ആഗ്രഹം. ആരെ കണ്ടു കഴിഞ്ഞാൽ എന്തോ ചോദിക്കണം എന്നറിയാമോ? ചോദിക്കണം. ആദ്യം ചോദിക്കണം, രക്ഷിക്കപ്പെട്ടോ, ജ്ഞാനപ്പെട്ടോ എന്ന് ചോദിക്കണം. അവസാനം ചോദിക്കണം, അതാ ചോദിക്കുന്നത്. അത് മിസ് ചെയ്യരുത് ആരും. കർത്താവ് പറഞ്ഞ ഭൂമി തീരാനാ വന്നിരിക്കുന്നത്. വേറെ ഒരു ഉദ്യോഗവും ഇല്ല എനിക്ക്. വീട് വാങ്ങിക്കാനോ അതവിടെ ഉണ്ടാക്കോ ഇത് വേണ്ടതൊന്നും അല്ല വിഷയം. ഞാൻ ഭൂമിയിൽ തീയിടാൻ വന്നിരിക്കുക. അതിപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു. കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പേ ശിശുമാരോട് അവസാനം പറഞ്ഞ വാക്കെന്തോന്നറിയാമോ? എന്തോ വാക്ക് പറഞ്ഞ്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്നോട് കേട്ട വാക്തത്വത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. അത് പത്രോസിനോട് ശിശുമാരോട് മാത്രം പറഞ്ഞതല്ല, എല്ലാരോടും പറഞ്ഞില്ല. നിങ്ങൾ കുറച്ചുപേര് പോയി അടുക്കള കുക്ക് ചെയ്യണം, ബാക്കിയുള്ള സമയമുള്ളവർ വന്ന് അവിടെ പോയി പ്രാർത്ഥിക്കാം, അങ്ങനെ പറഞ്ഞില്ല. അങ്ങനെയല്ല. യേശുവിന്റെ അമ്മയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. യേശുവിന്റെ മാതാവിനും ഉണ്ടല്ലോ പരിശുദ്ധാത്മാംശം പ്രാപിക്കണമെന്ന്. അതെ അതെ, നിശ്ചയമായിട്ട് ആ കൂട്ടത്തിലുണ്ടായിരുന്നു. 120 പേരുടെ കൂട്ടത്തിൽ യേശുവിന്റെ അമ്മയും ഉണ്ടായിരുന്നു. നിങ്ങൾ എന്നോട് കേട്ട വാക്യത്തിൽ നിങ്ങൾ കാത്തിരിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും. പിന്നെ നിങ്ങൾ എന്റെ സാക്ഷികളാകും. ആകണമെന്നല്ല പറഞ്ഞ ആകും. ശക്തി വന്നോ എന്ത് നടക്കും? അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഒരാളുടെ ജോലിയല്ല, എല്ലാ ശക്തി ലഭിച്ച എല്ലാവരുടെയും ജോലിയാ. ശക്തി ലഭിച്ചോ പിന്നെ അടങ്ങിയിരിക്കും. നമ്മൾ ഇന്നലെ രാത്രി കേട്ടില്ലോ, പ്രേതരോട് നായർ സമുദായത്തിൽ നിന്ന് കടന്നു വന്ന പ്രിയ കർത്താവിനോട് വിശ്രമിക്കുന്നു. പ്രേതരോട് എസ്തർ എന്ന് പറഞ്ഞ സാക്ഷ്യം കേട്ടില്ലയോ? ജോലി ചെയ്യാന്നെങ്കിലും ഉണ്ടല്ല, ഒറ്റ ആ ട്രാക്കോ ഏതാണ്ട് ആ പുസ്തകത്തിൽ നിന്നേ വന്ന് ഒരു വാക്ക് മതിയെന്ന്. പിന്നെ എന്നെ ചിന്തിപ്പിച്ച വിഷയം എന്നറിയാം, വെളിയിലോട്ട് പോയപ്പോ അവിടെ പരിശീലിച്ച ഓപ്പൺ എയർ മീറ്റിംഗ് നടത്തുക. കണ്ടോ, ഓപ്പൺ എയർ മീറ്റിംഗ് നടത്തുന്ന അവരും ശക്തി ലഭിച്ചിട്ടാ ചെയ്യുന്നത്. അവര് നടത്തിയില്ലായിരുന്നെങ്കിൽ ഈ സൗകര്യം രക്ഷിക്കപ്പെടുമായിരുന്നു. ഇല്ല, ഇതാ ഞാൻ പറഞ്ഞു, ഒന്നിനും പുറമോട്ട് മാറരുത്. അതുപോലെ നമ്മുടെ പുലിപ്പുറത്തിൽ പോയി സൈൻ ബോർഡ് കാണിക്കും. നമുക്കറിയത്തില്ലേ ആരൊക്കെ രക്ഷിക്കപ്പെട്ടത്? അതിക്കൂടെ ആരൊക്കെ രക്ഷിക്കപ്പെടും? നമ്മൾ പറയും സൈൻ ബോർഡ് പിടിച്ചോണ്ടിരിക്കുക. ആരൊക്കെ രക്ഷിക്കപ്പെട്ടു, ആരൊക്കെ കർത്താവിനെ അറിഞ്ഞെന്ന് അതിക്കൂടെ നമുക്കറിയത്തില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുവാനുള്ളതൊക്കെ ശക്തിയോട് ചെയ്തോണം. മനുഷ്യർക്ക് വേണ്ടി അല്ല. ജോസഫാത്ത് ഇതുപോലാണ് ജനങ്ങൾ ന്യായാധിപന്മാരെ ആക്കിയിട്ട് പറഞ്ഞതെന്നറിയാമോ? നിങ്ങൾ ചെയ്യുന്ന മനുഷ്യർക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്, യഹോവയ്ക്ക് വേണ്ടി ന്യായപാലനം ചെയ്യുന്നു. തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി മാത്രം ചെയ്യുക. കർത്താവിന് വേണ്ടി മാത്രം ചെയ്യുന്നു. എന്ത് ചെയ്താലും, തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും കർത്താവിന് വേണ്ടി ചെയ്യുക. നിങ്ങൾ ചെയ്യുന്നത് മനുഷ്യർക്ക് വേണ്ടിയല്ല, യഹോവയ്ക്ക് വേണ്ടി ന്യായപാലനം ചെയ്യുന്നു. ആ വാക്യം വായിച്ചേട്ടെ, 2 ദിനവൃത്താന്തം 19-ാം അധ്യായത്തിൽ വേഗം വായിച്ചേട്ടെ. 2 ദിനവൃത്താന്തം 19-ാം അധ്യായത്തിലെ വാക്യം വായിച്ചേട്ടെ. കണ്ടായിരുന്നോ?
2 വാക്യം 6. വായിച്ചാലും നിങ്ങൾ ചെയ്യുന്നത് സൂക്ഷിച്ചുകൊള്ളുവീൻ. അതാണോ? നിങ്ങൾ മനുഷ്യർക്കല്ല യഹോവയ്ക്ക് വേണ്ടി അത്ര ന്യായപാലനം ചെയ്യുന്നത്. ന്യായപാലനത്തിൽ അവൻ നിങ്ങളോടുകൂടെ ഇരിക്കുന്നു. ആകയാൽ യഹോവയാൽ നിങ്ങൾ ഇരിക്കട്ടെ, സൂക്ഷിച്ച് പ്രവർത്തിച്ചുകൊള്ളുവീൻ. യഹോവ നിന്നോടുകൂടെ ഇരിക്കുന്നു. നമ്മുടെ ദൈവമായ യഹോവയുടെ പക്കൽ അന്യായവും മുഖപക്ഷവും കൈക്കൂലിയും കൈക്കൂലിയുമില്ല. യഹോവ നിന്നോടുകൂടെ ഇരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നതെല്ലാം വായിക്കട്ടെ. ഞങ്ങൾ ചെയ്യുന്നതെല്ലാം മനുഷ്യർക്ക് വേണ്ടിയല്ല, വേണ്ടിയുമല്ല. ഞാൻ ചെയ്യുന്നതെല്ലാം കർത്താവിന് എന്നവണ്ണം ചെയ്യുക. കർത്താവിന്റെ അന്ത്യകൽപ്പനയാണ് നമ്മുടെ വിഷയം. ഞാൻ ഭൂമിയിൽ തീരാൻ വന്നിരിക്കുന്നു. അതിന്റെ റെഫറൻസ് ഒന്ന് പറഞ്ഞു കൊടുത്തേ സിസ്റ്റർ. ലൂക്കോസ് 12:49. 12:49. അത് മറന്നുപോലെ ആ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 1:8 പറയുന്ന പോലെ ഈ വാക്യം മറന്നുപോലെ. ഞാൻ ഭൂമിയിൽ തീരാൻ വന്നിരിക്കുന്നു. ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു. ഇതല്ലാതെ മറ്റൊന്ന്. അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും കാണുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും വായിക്കുന്നതാണ് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തില് ആ വാക്യം കൂടെ വായിച്ചായിട്ട്. അപ്പോസ്തലൻ പൗലോസ് അവിടെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, കുറച്ച് ശിഷ്യന്മാരെ കണ്ടു. ശിഷ്യന്മാരെ കണ്ടപ്പം നിങ്ങൾക്ക് ഇവിടെ ജോലി, നിങ്ങൾ ഇവിടെ സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. കണ്ടോ, അവര് ശിഷ്യന്മാരാ. ഞങ്ങളുടെ ചർച്ചയിൽ അതൊന്നും അറിയത്തില്ല. ഞങ്ങളുടെ ചർച്ചയിൽ അതൊന്നും അതിനെപ്പറ്റി ഒന്നും വലിയ ഡിസ്കഷൻ നടക്കത്തില്ല. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ഇത് സഭായോഗത്തിന് പറയുന്നതല്ലത്, വഴിയാത്രയില്ല. ആ തിടുക്കവും ആവശ്യം കൊണ്ടോ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വരണം. ഉടനെ അവർ ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലെന്ന്. എന്നാ അങ്ങനെ ആട്ടോ, എന്നാ കുഴപ്പമില്ലെന്ന് പറഞ്ഞല്ല. അവരുടെ മേൽ കൈവച്ച് ബാക്കി വായിച്ചത് സിസ്റ്റർ. അവരുടെ മേൽ കൈവച്ച് കഴിയുമ്പോൾ അവരെല്ലാവരും എന്തോ ആയിത്തീർന്നു. അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ആ പുരുഷന്മാരെല്ലാം കൂടി 12 ആയിരുന്നു. എന്തുവാ ഇത്? വഴിയാത്ര നടക്കുന്ന സംഭവം ഇത്. ഈ സഭായോഗത്തിനോ കോൺഫറൻസിനോ നടക്കുന്ന പരിപാടിയല്ലത്. വഴിയാത്രയിൽ നടക്കുന്ന സംഭവമാണ്. കൈവച്ച് പ്രാർത്ഥിച്ചു. എല്ലാവരും കുറച്ചുപേരല്ല, അവരെല്ലാവരും. അതാ നമ്മുടെ പ്രയർ ലൈനിലെ പ്രേക്ഷകരോട് ഏറ്റവും വലിയ ആഗ്രഹം എന്തോ, സ്തോത്രം, അഭിഷേകം പ്രാപിക്കാവുന്നവരെല്ലാവരും അഭിഷേകം പ്രാപിക്കണം. എല്ലാരും എന്ന് പറഞ്ഞാൽ എല്ലാരും പ്രാപിച്ചില്ല. അന്യഭാഷ അല്ലാത്തൊരു സ്തോത്രം ചെയ്യുന്ന അത് നല്ലത് തന്നെ. അഭിഷേകം പ്രാപിക്കണം. അതിന് തീരുമാനമെടുക്കും. നമ്മൾ വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നു പറഞ്ഞിട്ട് വെള്ളം കുടിക്കാൻ ദാഹിക്കും എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. അതിനുവേണ്ടി ഐ ആം ഡൂയിങ് മൈ പാർട്ട്. ഞാൻ എന്തോ അതിനുവേണ്ടി ചെയ്യേണ്ടത് അത് ചെയ്യാൻ തയ്യാറാ. വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹം വന്നു, അതിന് ബോട്ടിലെടുക്കുക വെള്ളം കുടിക്കാൻ. അതുകൊണ്ട് whatever the things I have to do it, I am doing it. അതുകൊണ്ട് ഇന്ന് രാവിലെ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന വിഷയം, പരിശുദ്ധാത്മാ വിഷയം പ്രാപിക്കാനുള്ളവരെല്ലാവരും പ്രാപിക്കും. കത്യങ്ങൾക്ക് ഇതെല്ലാം ഞാൻ വരേണ്ടായിരുന്നു. അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, നിങ്ങൾ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, അത് കേട്ടിട്ട് പോലും ഇല്ലെന്ന്. പണ്ടേ കാലങ്ങളിലൊക്കെ ഉണ്ടല്ലോ, എന്റെ വലിപ്പത്തിലേക്ക് കുമ്മനാട്ടൊക്കെ അവിടെ കാത്തിരിപ്പ് യോഗം മാത്രമാണ്. കാത്തിരിപ്പ് യോഗം എന്ന് പറഞ്ഞാൽ യോഗത്തിന് പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചവരും പോവാ. എന്തിനാണെന്നറിയാമോ? കൈയടിച്ചങ്ങ് ആരാധിക്കുക, സമയം നോക്കാതെ ആരാധനയായിട്ട്. ആരാധന കഴിഞ്ഞവരും മുണ്ട് കീറും മുട്ടുമേ ഇരുന്ന് ആരാധിച്ച് കഴിഞ്ഞ് മുണ്ട് കീറിയിട്ടാ വരുന്നത്. അത്രയ്ക്കുള്ള ആരാധനയാ. ആൾക്കാരോട് വിശ്വാസികളോട് പറയുന്നത് അറിയാം, നമ്മൾ ചർച്ച വരുന്നവർ പരിശുദ്ധാത്മാവിഷയം പ്രാപിക്കണമെന്നാ പറയുന്നത്.
അപ്പം ആത്മാവ് പ്രാപിക്കാൻ വേണ്ടി കാത്തിരിപ്പുണ്ട്, ചാരി മീറ്റിംഗ് ഉണ്ട്. എന്താ ഉദ്ദേശം എന്നറിയാമോ? ചാരി മീറ്റിംഗിൽ അഭിഷേകം പ്രാപിച്ചവര് വീണ്ടും ശക്തി പുതുക്കുക, പ്രാപിക്കാനുള്ളവർ പ്രാപിക്കും. അത് വളരെ അത്യാവശ്യമായ കാര്യം. നമ്മൾ വീടൊക്കെ വാങ്ങി വീട്ടിൽ പവറില്ലേ, എന്തോ യൂസ്, പകല് വേണം ചേരം കിടന്ന് ഉറങ്ങാൻ, രാത്രി ഒക്കത്തില്ല, പവറില്ലെന്ന്. അതുകൊണ്ട് ഈ നാളുകളിൽ നമുക്ക് പരിശുദ്ധാത്മാവശ്യത്തിന് ശക്തിയാൽ നിറയപ്പെടണം. ആത്മാവിനെ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ ചില കാര്യങ്ങൾ വചനത്തിൽ പറയാം. സ്തോത്രം. പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 37-38 വായിക്കും. ഇങ്ങനെ വായിക്കുന്നത്, പ്രവൃത്തി 2-ാം അധ്യായം. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. കാരണം 120 പേരെ അഭിഷേകം പ്രാപിച്ചു. അവർ അന്യഭാഷയിൽ സംസാരിക്കുന്ന ശബ്ദം കേട്ട് അങ്ങ് ദൂരത്ത് വന്നവരെല്ലാവരും ഓടി അവിടെ വന്നു. 3000 പേര് വന്ന് നിൽക്കുക. അപ്പം ആത്മാവിൽ കൂടെ സംസാരിക്കുക. അവരും പറഞ്ഞു ഞങ്ങൾക്ക് ഇത് വേണമെന്ന്, ഞങ്ങൾക്ക് ഈ പരിശുദ്ധാത്മ ഞങ്ങൾ വെറുതെ കാണാൻ വന്നതാ, പക്ഷെ ഞങ്ങൾക്ക് ഇത് വേണമെന്ന്. നമ്മുടെ മീറ്റിങ്ങിനൊക്കെ വരുന്നവർ അങ്ങനെ പറയണം. എന്ത് വേണം? രക്ഷപ്രാപിക്കാം. കാരാഗ്രഹ പ്രമാണി പറഞ്ഞ പോലെ രക്ഷപ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് ഇത് വേണമെന്ന് 3000 പേരും പറയാം ഞങ്ങൾക്ക് ഇത് വേണം. ഉടനെ അവർക്ക് ആഗ്രഹം വന്നു. ഞാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് ആഴിയെ വിളിക്കുക, ആഴത്തിലേക്ക് വല വീശണം. ഇവിടെ വായിക്കും ഞങ്ങൾക്കും ഇത് വേണം. അവരുടെ പത്രോസ് എന്താ പറഞ്ഞ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് പ്രൈസിലോട് സ്നാനമേറ്റ ശേഷം ദൈവത്തോട് പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്തിനായിട്ട് പ്രാർത്ഥിക്കണം. അപ്പം നോക്കണേ, അങ്ങനെയാണ് പത്രോസ് പ്രസംഗിച്ചത്. എന്നാൽ കൊർന്നല്യോസിന്റെ വീട്ടിൽ വന്നപ്പോഴുണ്ടല്ലോ പത്രോസ് പോലും അമ്പരന്ന് പോയി. അമ്പരന്ന് പോയി. ജാതികളെല്ലാം വന്ന് കൊർന്നല്യോസിന്റെ വീട്ടിൽ ഇരിക്കുക. അവിടെ കൊർന്നല്യോസ് ഉപസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക 4 ദിവസമായിട്ട്. പത്രോസ് വന്ന് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ ഉണ്ടല്ലോ ഉടനെ ഉണ്ടല്ലോ പത്രോസിന്റെ കൂടെ വന്ന ഇതെന്തൊരു കളിയാ, ഞങ്ങൾ പ്രസംഗിച്ചോണ്ട് കാണുന്നത് പരിശുദ്ധാത്മാവിഷ്യം പ്രാപിക്കാൻ സ്നാനപ്പെടണം എന്നൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവര് സ്നാനപ്പെടാതെ തന്നെ അതിന് മുമ്പേ അഭിഷേകം പ്രാപിച്ചു. ദൈവത്തിന് എങ്ങനെയും പ്രവർത്തിക്കാൻ കഴിയും. ചിലപ്പോൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ അഭിഷേകം പ്രാപിക്കുന്നവരുണ്ട്. അത് കർത്താവിന്റെ കൽപ്പനയാ. കർത്താവിന്റെ കൽപ്പനയാ സ്നാനം. ഒരു സഭയുടെ ഉപദേശമല്ല, കർത്താവിന്റെ കൽപ്പന. അപ്പം ആ സ്തോത്രം. ഉടനെ പരിശുദ്ധാത്മാവിഷയം പ്രാപിക്കാൻ ഒന്നാമത് എന്റെ വിഷയം എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ട് സ്നാനം വേണം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ കടന്നു വരും. ഈ ആത്മാവ് വന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ ഹോസ്റ്റലായപ്പോൾ ഒരു സഹോദരന് 80 മണിക്കൂറാണ് ജോലി ചെയ്യുന്നത്. 80 മണിക്കൂർ, 40 മണിക്കൂറിനടുത്ത് വേറെടുത്ത് 40 മണിക്കൂർ ഇങ്ങനെ ഭയങ്കര ധൃതി ജോലി ചെയ്തു. എനിക്ക് സമയമില്ല. അപ്പം എൻ്റെ വൈഫ് കണ്ടപ്പം ബ്രദറിന്റെ ഈ തിടുക്കവും ആവേശവും കണ്ടപ്പം പറഞ്ഞു, ബ്രദർ ഒന്ന് അഭിഷേകം പ്രാപിച്ചായിരുന്നു, ബ്രദറിന്റെ അവസ്ഥ എന്തോ ആയിത്തീർന്നല്ല. ആ വാക്കങ്ങ് ഏറ്റെടുത്തു. പുള്ളി അങ്ങോട്ട് അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ 80 മണിക്കൂർ 40 അല്ല 80 അല്ല എല്ലാം വിട്ടു, ജോലിയെല്ലാം വിട്ടു. പിന്നെ കർത്താവിന് വേണ്ടി കള്ളനെ കണ്ട പട്ടി പോലാക്കി. കള്ളനെ കണ്ട പട്ടി കുറച്ചു കേട്ട് വലിക്കുന്ന കുറച്ചേരം കുര നടത്തും, കുറച്ചേരം വാ കഴിക്കുമ്പോൾ നിർത്തും. കള്ളനെ കണ്ട പട്ടി കുറച്ചുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാഭിഷേകം നാം പ്രാപിച്ചു കഴിഞ്ഞാൽ വിടേണ്ടതൊക്കെ വിടുവന്നു. അത് വിധം ശരിയല്ല, ഒന്നേ ഉള്ളു ശരി. അദ്ദേഹം ആ ജോലിയെല്ലാം വിട്ടു കർത്താവിന് വേണ്ടി ഇപ്പൊ നിത്യതയിൽ ഇരിപ്പുണ്ട്. സകലവും വിട്ട് കർത്താവിന് വേണ്ടി പിന്നെ എന്തെല്ലാം കർത്താവിന് വേണ്ടി ചെയ്യണമോ അതെല്ലാം ചെയ്യാൻ തയ്യാറാണ്. ആർക്കെങ്കിലും റൈഡ് കൊടുക്കണോ അതിന് തയ്യാറാ.
ഞാൻ ചെയ്യുന്നത് എന്തിനു വേണ്ടി ചെയ്യുന്നു? കർത്താവിന് വേണ്ടി. അപ്പം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണമെന്നുള്ള ഇറ്റ്സ് എ മസ്റ്റ്. അതുകൊണ്ടാണ് പൗലോസ് ചോദിച്ചത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ എന്നോട് കേട്ട വാക്തത്വത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. നിങ്ങളുടെ മേൽ ശക്തി ലഭിക്കുമ്പോൾ നിങ്ങൾ സാക്ഷിയാകും. ആകണമെന്നല്ല, ആകുമെന്ന്. പരിശുദ്ധാത്മാവിന് വീട്ടിൽ പവർ ഉണ്ടെങ്കിൽ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ലൈറ്റ് വരട്ടെ എന്നൊന്നും പറയണ്ട. ഓൺ ആക്കി കഴിഞ്ഞാൽ ഉടനെ ലൈറ്റ് വന്നു. ലൈറ്റ് വന്നാൽ കൊള്ളായിരുന്നു എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ലൈറ്റ് പവർ ഉണ്ടോ, ലൈറ്റ് ഓൺ ആകും. അതുപോലെ നമ്മൾ സാക്ഷികളാകുന്നത്. എവിടെ കണ്ടാലും അതുവരെ കണ്ടു കഴിഞ്ഞാൽ അവരോടെല്ലാം കർത്താവിനെ പറ്റി പറയണമെന്നൊരു ആഗ്രഹം വരും. അത് നമ്മുടെ ബുദ്ധി കൊണ്ട് നടക്കത്തില്ല. നമ്മൾ എത്ര പറഞ്ഞാലും അങ്ങനെ നടക്കത്തില്ല. പരിശുദ്ധാത്മാവിന് ശക്തിയില്ലാതെ, ദൈവകൃപയില്ലാതെ ഒക്കത്തില്ല. ഞാൻ പറഞ്ഞ 15 വർഷം ബൈബിൾ കോളേജിൽ പഠിച്ചാലും നടക്കത്തില്ല. ആത്മാവിന് ശക്തി വന്നെങ്കിൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവിഷയം പ്രാപിക്കാൻ നമ്പർ 1 കാര്യം മാനസാന്തരപ്പെട്ട ജ്ഞാനമേറ്റ ദൈവത്തോട് പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ കാര്യം നമ്മുടെ ഹൃദയം പൂർണ്ണമായി ഒരുക്കപ്പെടണം. എടുത്തു വായിച്ചാൽ സ്തോത്രം, പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 33, 34, 35 വാക്യങ്ങൾ വായിച്ചാട്ട് പഴയകാല സമാഗമന കൂടാരത്തിന് അതിന്റെ ഉപകരണങ്ങളും പണിയൊക്കെ യഹോവ കൽപ്പിച്ചതുപോലെ ചെയ്തു. സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോൾ യാഗപീഠത്തിങ്കിൽ ചെല്ലുമ്പോഴും കൈകാലുകൾ കഴുകുമ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവൻ തിരുനിവാസത്തിന് യാഗപീഠത്തിനും ചുറ്റും പ്രാകാരം നിർത്തി. പ്രാകാരവാതിലിന്റെ പറശ്ശീല തൂക്കി. അങ്ങനെ മോശ പ്രവൃത്തി സമാപിച്ചു. അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി യഹോവയുടെ തേജസ് തിരുനിവാസത്തെ മറച്ചു. മേഘ സമാഗമന കൂടാരത്തിന്റെ അധിവസിക്കുകയും യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറയ്ക്കുകയും ചെയ്തതുകൊണ്ട് മോശയ്ക്ക് അകത്ത് കടപ്പാൻ കഴിഞ്ഞില്ല. താങ്ക് യു. ഞാൻ പറയാൻ വിഷയമുണ്ടല്ലോ. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് വസിക്കാൻ നിങ്ങൾ എനിക്കൊരു കൂടാരം പണിയണം. നമ്മുടെ അവരുടെ ഇഷ്ടപ്രകാരമല്ല, കർത്താവ് പറഞ്ഞ പോലെ, ദൈവം പറഞ്ഞ പോലെ കൂടാരം പണിയുക. സമാധാന കൂടാരത്തിന് അതിന്റെ ഉപകരണങ്ങളുടെ പണി യഹോവ കൽപ്പിച്ചതുപോലെ ചെയ്യുകയും ഉപകരണങ്ങൾ യഥാസ്ഥാനത്ത് വെച്ച ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമാകുകയും ചെയ്തപ്പോൾ ആലയത്തിൽ ദൈവതേജസ് ഇറങ്ങിയതുപോലെ നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയം ശുദ്ധമാക്കപ്പെടുകയും ദൈവവ്യവസ്ഥ പ്രകാരം ക്രമീകരിക്കുകയും ചെയ്യുമ്പോൾ ദൈവാത്മാവ് നാം അഭിഷേകത്താൽ നമ്മളെ നിറയ്ക്കും. തേജസ് എങ്ങനെ അവിടെ ഇറങ്ങി വന്നതെന്നറിയാമോ? ക്രമീകരിക്കേണ്ടതെല്ലാം ക്രമീകരിച്ച് പണിതു വെക്കേണ്ടതെല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അന്നേരം ആ തേജസ് ഒന്ന് ഇറങ്ങിയത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലാണ് കർത്താവ് വസിക്കുന്നത്, നമ്മളിലാണ് കർത്താവ് വസിക്കുന്നത്. നമ്മുടെ ഹൃദയം ക്രമീകരിക്കേണ്ടതെല്ലാം ക്രമീകരിക്കണം, വിടേണ്ടതിനൊക്കെ വിടണം, വിടേണ്ടതിനെ പൂർണ്ണമായി വിടണം, നീക്കേണ്ടവരെ നീക്കണം. എന്നിട്ട് മാത്രമേ ഈ ആത്മാവിനാൽ നിറയാൻ ഒക്കത്തുള്ളൂ. വളരെ ശക്തിമായ കാര്യമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, എന്റെ വലിപ്പറ്റം പറഞ്ഞൊരു വിഷയമാണ്. കുമ്മനാട് പോത്തൂര് വെച്ച് നടന്ന സംഭവമാണ്. ആ സമയത്ത് അന്ന് ഈ കാത്തിരിപ്യോഗം ശനിയാഴ്ച ദിവസം അങ്ങ് നടന്നുകൊണ്ടിരിക്കും. ഒരു വ്യക്തി, ഞാൻ എന്നാലും പറഞ്ഞതാണ്, ഒരു വ്യക്തി കുറച്ചോളം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നിട്ട് ഒന്നും പരിശുദ്ധാത്മാവിഷയം പ്രാപിക്കത്തില്ല. അവസാനം അത് പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് ഇതുവരെ അഭിഷേകം പ്രാപിക്കാൻ ഒക്കുന്നില്ലല്ലോ, ഞാൻ അങ്ങ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പാസ്റ്റർക്ക് എന്തുണ്ടെന്ന് വെളിപ്പാടുണ്ട്, പറഞ്ഞാൽ വെളിപ്പാടുണ്ടെന്ന്. വെളിപ്പാടാ വേണ്ടത്, അയപ്പാടല്ല, വെളിപ്പാട്. സ്തോത്രം, വെളിപ്പാടുണ്ട്. പാസ്റ്റർ ഇങ്ങനെ പ്രാർത്ഥിച്ചു ചോദിച്ചു, സഹോദരനോട് ചോദിക്കാം, സഹോദരൻ നിന്റെ മുമ്പിൽ ഒരു കിടാവ് ഓടുന്നതായിട്ട് കാണുന്നുണ്ട്, പശുവിന്റെ കിടാവ് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടുന്നതായിട്ട് കാണുന്നുണ്ട്, വല്ല ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, പക്ഷേ പതുക്കെ പറയാ, എനിക്ക് ഓർമ്മയുണ്ട്. അനേകം വർഷങ്ങൾക്ക് മുൻപ് എന്റെ പാടത്തിലെ അയൽവക്കക്കാരന്റെ കിടാവ് കിടന്ന് ഓടി നെല്ലെല്ലാം നശിപ്പിച്ചു. നെല്ലിനകത്തൂടെ കിടന്ന് ഈ കിടാവ് ഓടിയപ്പോ ഞാൻ ഒരു കല്ലെടുത്ത് ഒറ്റ ഏറിഞ്ഞു. ഈ കിടാവ് അങ്ങ് ചത്തു. അതിന് പണ്ടൊക്കെ നമ്മൾ പശുവിനെ കറക്കണമെങ്കിൽ കിടാവില്ലാതെ കിടക്കാനൊക്കത്തില്ല. ഈ കിടാവ് ചത്തപ്പം അയൽവക്കക്കാരനോട് പറയാൻ നോക്കും. ആ കിടാവിനെ കണ്ടെത്തി വെച്ച് തന്നെ പാടത്തിൽ തന്നെ മൂട്ടിക്കളഞ്ഞു.
അവിടെ തന്നെ കുഴി വെട്ടി അതിനകത്ത് തന്നെ മൂട്ടി. ആരും അറിഞ്ഞില്ല. ആരറിഞ്ഞു? ദൈവം അറിഞ്ഞു. അത് അയൽവക്കക്കാരൻ രാവിലെ നോക്കുമ്പോൾ അയൽവക്കക്കാരനെ സഹായിക്കുകയും ചെയ്തു. ആരും അറിഞ്ഞില്ല, പക്ഷെ ദൈവം അറിഞ്ഞു. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിച്ചാൽ പല കാര്യങ്ങളും ചെയ്യാം. പരിശുദ്ധാത്മാവിഷയം പ്രാപിക്കണമുണ്ടല്ലോ, നീക്കേണ്ടവേ നീക്കണം. അദ്ദേഹം പറഞ്ഞു നോക്കണോ, അയൽവക്കക്കാരനോട് പോയി അനേകം വർഷം മുമ്പ് നടന്ന സംഭവമാണ്, ക്രമീകരിക്കാൻ പറഞ്ഞു. അദ്ദേഹം ആ കാര്യം പോയി ക്രമീകരിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കൊടുക്കുവാങ്ങലിലോ മറ്റുള്ളവരോട് ക്ഷമിക്കാതിരുന്ന അതൊരു ദൈവികമില്ലാത്ത വിഷയം നമ്മുടെ ഉള്ളിൽ ഇരിക്കുക. അത് കാട്ടത്തിയാ. ആ കാട്ടത്തി വേരോട് പറഞ്ഞു പോകണം. എന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയമാകുന്ന ശരീരം നമ്മുടെ ഹൃദയം കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടണം. സമാഗമന കൂടാരത്തിലെ എല്ലാ ഉപകരണങ്ങളും അതുപോലെ തന്നെ ദൈവം പറഞ്ഞ പോലെ പണിതു എന്നാ വായിക്കുന്നത്. അപ്പോഴാണ് ദൈവദേശത്ത് ഇറങ്ങുന്നത്. അപ്പൊ ആത്മാവ് വരണമെങ്കിൽ നമ്മുടെ ഹൃദയം ഒരുക്കപ്പെടണം. വിടേണ്ടതെല്ലാം വിടണം. ക്ഷമിക്കാനുള്ളത് ക്ഷമിക്കണം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അനുസരണം. അപ്പോസ്തലപ്രവൃത്തി 5-32 വാക്യം വായിച്ച് കൂടാപാറബിക്കാരബൗരെ. മൂന്നാമത്തെ വിഷയം അപ്പോസ്തലപ്രവൃത്തി 5-32 വാക്യം. വേഗം വായിച്ചിട്ട് സിസ്റ്റർ പ്ലീസ്. കണ്ടോ? ഞങ്ങളുടെ ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവ് എന്ന് കാണുന്നു. അനുസരണമാണ് ഏറ്റവും വലിയ കീ. ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കും, അനുസരിക്കുന്നതാണ് കീ. അതുകൊണ്ടാണ് ഈ ചൗലിനോട് പറഞ്ഞത് അമാന്യത്തിലെ നിശേഷം നശിപ്പിക്കാനാ പറഞ്ഞത്. പോയി കറക്റ്റാ ചെയ്തത്. പോയി കുറച്ചൊക്കെ ചെയ്തു, ചിലതിനെയൊക്കെ പിടിച്ചോണ്ട് വന്നു കർത്താവിന് കൊടുക്കാൻ. കർത്താവിന് അത് വേണ്ട, അതിന് വേണ്ട അനുസരണം, കംപ്ലീറ്റ് ഒബീഡിയൻസ്. എന്നോട് ആദ്യം പറയുന്ന കംപ്ലീറ്റ് ഒബീഡിയൻസ്. ദൈവാത്മാവ് എന്തെങ്കിലും പറഞ്ഞാൽ അതിന് എക്സ്ക്യൂസ് ഇല്ല. അനുസരണം പൂർണ്ണമായി. ദൈവാത്മാവ് ചില വിഷയങ്ങൾ നമ്മളെ കാണിച്ചു തരികയാണെങ്കിൽ അത് പൂർണ്ണമായി അനുസരിക്കണം. പാർഷ്യൽ ഒബീഡിയൻസ് ഈസ് ഓൾസോ ഡിസൊബീഡിയൻസ്. കുറച്ച് ചെയ്തു, ആ മലയൊക്കെ യുദ്ധത്തിന് പോയി, കറക്റ്റാ പോയത്. കംപ്ലീറ്റ് ഒബീഡിയൻസ് ആ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. കാരണം അബ്രഹാമിനോട് ദൈവം പറഞ്ഞതെന്ന് അറിയാമോ, നീ നിന്റെ ഏകജാതനായ പുത്രനെ ഇസ്മായിൽ എന്നല്ല പറഞ്ഞു, ഇസാക്ക് എന്നാ പറഞ്ഞു. എടുത്ത് ഞാൻ പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോകണം. അതാണ് അനുസരണം. അല്ലെ ഞങ്ങളുടെ വീടിന്റെ പുറയിൽ നല്ല ബാക്ക് യാർഡ് ഉണ്ട്, അവിടെ വെച്ചൊക്കെ ചെയ്യാം. ദൈവാത്മാവ് പറയുന്നിടത്ത് പോകണം. 3 ദിവസം വഴിയാത്ര പോയി പിന്നെ ഇത്രയും ദൂരം പോകുന്നു. ചിലപ്പം ദൈവാത്മാവ് നമ്മളോട് ഇതുപോലെ ചർച്ചകളിൽ പോകാൻ പറയുമ്പോ ഉണ്ടല്ലോ, ദൈവാത്മാവ് പറയുന്ന ചർച്ചിൽ പോകണം. എന്തിനാ ഇത്രയും ദൂരത്ത് പോകുന്ന? ഇവിടെ അടുത്ത് വേറെ ചർച്ചില്ല ഉണ്ട്. എന്നോട് ആത്മാവ് പറഞ്ഞ ആ ചർച്ചിൽ പോകണമെന്നാ. അതുപോലെ അനുസരിക്കണം. അതിന് അത്രയും ചോള് കൊടുത്തു പോകണ്ട. ചോള് കൊടുത്തു പോകണമെന്ന് എനിക്ക് ദൈവാത്മാവ് പറഞ്ഞാൽ അതുപോലെ ചെയ്യുക. എന്നാ പോകുന്ന വഴിക്ക് വേറെ മലകൾ പലതും ഇല്ലായിരുന്നു. എന്തിനാ ഇത്രയും ദൂരം പോകുന്നു? 3 ദിവസം വഴി ദൂരമാ പോകുന്നു. അനുസരണമാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. ദൂരത്ത് വെച്ച മല കണ്ടപ്പോൾ അബ്രഹാം സന്തോഷിച്ചു. പിന്നെ ചെയ്യുന്ന വിഷയം ഉണ്ടല്ലോ, പിന്നെ കൂടെ വന്നവരൊക്കെ നല്ലവരാ. ഇന്നലെ തന്നെ മിഞ്ഞാന്ന് ഷിപ്പുപുറ സാക്ഷ്യം പറഞ്ഞു കേട്ടില്ലായിരുന്നു. ആദ്യം കയ്യിലുള്ള സൂനിയർ എടുത്ത് കാർപ്പറ്റി കളയാൻ പറഞ്ഞു. ട്രെയിനിനകത്ത് കയറാൻ വേണ്ടി അയച്ചതിന്റെ പരിപാടി. സൂനിയർ എടുത്ത് കാർപ്പറ്റി കളയാൻ പറഞ്ഞു. അത് കളഞ്ഞു, ഉടനെ കാർപ്പറ്റി കളഞ്ഞു. പിന്നെ വേറൊരാള് ഇന്ത്യയിലുള്ള ബനാറസ് അവരോട് ഭയങ്കര സംസാരമായിരുന്നു. അദ്ദേഹത്തെയും വിടണമെന്ന്. ദൈവത്തിനകത്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ കയറി വന്നാൽ അതിനെയൊക്കെ കട്ട് ചെയ്ത് മാറ്റണം. അതെന്റെ പിതാവായ ദൈവം നടാത്തൊക്കെ വേരോട് പറഞ്ഞു പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ സ്കൂൾ നടത്തിക്കൊണ്ടിരുന്നപ്പം
ഒത്തിരി ടീച്ചേഴ്സും എല്ലാം ഉണ്ട്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു, കർത്താവെ ദൈവത്തിമില്ലാത്ത ഒറ്റ കുഞ്ഞു പോലും അതെ ഈ പ്രിയ. ക്യാമ്പസിൽ കയറുവാൻ ഇടവരരുതേ എന്ന് പറയാൻ. ആമേൻ. അതെ അപ്പൊ ഞാൻ ഒരു ദിവസം എന്നെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിക്കൊണ്ട് വരയിട്ട് പ്രാർത്ഥിച്ചു, ഈ ഇതിനപ്പുറം കടക്കത്തില്ലെന്ന് ഞാൻ അതെ പറഞ്ഞു. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ വരയ്ക്കപ്പുറം കടക്കത്തില്ലെന്ന് പറയുന്നതിന് ഉദ്ദേശം എന്ന് പറയാൻ ദൈവനാമം മഹത്വപ്പെടാനാ. കാരണം ദൈവം നമ്മുടെ ജീവിതത്തിൽ വേണ്ടാന്ന് നേരിട്ട് പറയാൻ ഒക്കത്തില്ല. പ്രജകളോട് ആത്മാവിലും കൂടെ പറഞ്ഞു കൊടുത്തു. രാത്രി എന്നെ പാരപ്പെടുത്തിക്കൊണ്ടിരുമ്പോ വെളുപ്പിന് 4 മണിക്ക് പോയ മെയിൻ ഗേറ്റിൽ അവിടെ പോയിരുന്നു, വടിയെടുത്തോണ്ട് വരച്ചു 1 മണിക്കൂർ. എന്നും രാവിലെ 8:30 വരുന്ന ആളാ, 8:30 വരുന്ന ആളാ, എന്നും വണ്ടി വന്നിറങ്ങുന്ന ആളാ. 1 മണിക്കൂർ വരയിട്ട് പ്രാർത്ഥിച്ചു, ഇതിനിപ്പുറം കടക്കരുതെന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നിട്ട് രാവിലെ 8:30 വണ്ടി വന്നപ്പോൾ ഉണ്ടല്ലോ പുള്ളിയില്ല. 2ാമത്തെ ദിവസം ഇങ്ങനെ പ്രാർത്ഥിക്കും, വരയിട്ട് പ്രാർത്ഥിക്കുക. 2ാമത്തെ ദിവസം വന്നില്ല. 3ാമത്തെ ദിവസം പുള്ളി എനിക്ക് ഇംഗ്ലീഷൊക്കെ അറിയാവുന്നതുകൊണ്ട് പുള്ളി എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അപ്പം ഞായറാഴ്ച യോഗത്തിനും പുള്ളി വന്നേക്കും. പുള്ളി സ്നാനപ്പെട്ട് നോക്കിയാ അന്ധകാരത്തേക്ക് അകത്ത് കയറിയാ പിന്നെ എന്താ ചെയ്യും? അത് തന്നെ. അപ്പം 3ാമത്തെ ദിവസം ഞായറാഴ്ച ദിവസം രാവിലെയാ. ഞാൻ അന്ന് രാവിലെ പോയി പ്രാർത്ഥിക്കാൻ പോയില്ല. ഞാൻ എന്തോ നടക്കാൻ വന്നു. അതിരാവിലെ ഇദ്ദേഹം അവിടെ വന്നു. എന്നോട് പറഞ്ഞു, പാസ്റ്റേ എനിക്കിനി ഇവിടെ നിൽക്കാൻ ഒക്കത്തില്ല. അയ്യോ, എനിക്കിനി ഇവിടെ നിൽക്കാൻ ഒക്കത്തില്ല, പോയേ ഒക്കത്തുള്ളൂ. എന്റെ ബാഗ് ഇരിപ്പുണ്ട്, അത് എടുക്കാൻ വന്നതാണ്. ബാഗ് എടുത്തോണ്ട് പോയി. ജീവനോടുണ്ടോന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ആരോട് യുദ്ധം ഉണ്ടാക്കാൻ പോകണ്ട, പ്രാർത്ഥന പോരാടിയാൽ മതി. എന്നെ പിടിച്ചു കുലിക്ക കാര്യമാണ്. സ്തോത്രം. ദൈവത്തിമില്ലാത്തവർക്ക് പറഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കണേ. ഇത്രയ്ക്ക് വരെ വരാം, ഇതിനപ്പുറം കടക്കരുത്. യോബിന്റെ പുസ്തകത്തിലുണ്ട്. അപ്പുറം കടക്കരുത്, ഞാൻ കടക്കത്തില്ല. അങ്ങനെ വെച്ച് പ്രാർത്ഥിക്കും, വരയിട്ട് പ്രാർത്ഥിക്കും. എന്നെ പാരപ്പെടുത്തിയും ഭീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിഷയം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നീങ്ങി പോകട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീങ്ങി പൊക്കോളൂ. നീങ്ങി പോകട്ടെ എന്ന് പറഞ്ഞാൽ മതി. വിഷയമാണോ ഇതുപോലെ നമ്മുടെ ഹൃദയത്തില് ഏതെങ്കിലും മാറ്റിക്കളയേണ്ടി എന്തെങ്കിലും ഉണ്ട്? അവർക്കെന്തോ തോന്നുന്നു, ഇവർക്കെന്തോ തോന്നുന്നു, അതൊന്നും അല്ല വിഷയം. എന്റെ ദൈവം എന്നെ പറ്റി എന്ത് വിചാരിക്കുന്നതാണ് വിഷയം. എന്റെ ജീവിതത്തിൽ മാറി ഓടിപ്പോകണം. യേശുവിന്റെ എടുത്തു വായിച്ചാട്ട് പുറപ്പാട് യോബിന്റെ പുസ്തകം 38-ാം അധ്യായം 10-11 വായിച്ചാട്ട്. ഞാൻ അതിനെ അതിർ നിയമിച്ചു, കതവും ഓടാമ്പലും വെച്ചു. ഇത്രത്തോളം നിനക്ക് വരാം, ഇത് കടക്കരുത്, ഇവിടെ നിന്റെ തിരമാലകളുടെ ഗർവം നിലയ്ക്കും എന്ന് കൽപ്പിച്ചു. മതി, ഇവിടെ നിന്റെ ഗർവം അവസാനിക്കും. പ്രാർത്ഥിച്ചു, ഇതിന് അപ്പുറം കടക്കരുതാണ്. അധികാരം നമുക്ക് തന്നിരിക്കുക. നീ സ്വർഗത്തിൽ കെട്ടും, ഭൂമിയിൽ അരിക്കുന്നതൊക്കെ സ്വർഗത്തിൽ. എന്തിനാ ചെയ്യുന്നത്? ദൈവനാമം മഹത്വപ്പെടാൻ വേണ്ടി. ദൈവനാമം മഹത്വപ്പെടണം. നമ്മൾ ചോദിക്കുന്നതെല്ലാം ദൈവനാമം മഹത്വപ്പെടാൻ വേണ്ടിയാ. ദൈവരാജ്യം വരണം, ദൈവഇഷ്ടം നടക്കണം, ദൈവനാമം മഹത്വപ്പെടണം. ഇത് മൂന്നുമാണ് നമ്മുടെ അതാണോ പേടിക്കണ്ട. വചനപ്രകാരം നമുക്ക് പ്രാർത്ഥിക്കാം. അല്ല എന്നെ എല്ലാവരും അറിയണമെന്ന് അതിനല്ല, ദൈവനാമം മഹത്വപ്പെടണം. അങ്ങനെ പ്രാർത്ഥിച്ചോ. ഈ വചനം പ്രാർത്ഥിച്ചാ ഉണ്ടല്ലോ, ദൈവം നിശ്ചയമായിട്ട് ഇറങ്ങി പ്രവർത്തിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തില് അനുസരണമുള്ളവരായിത്തീരണം. എല്ലാ കംപ്ലീറ്റ് ഒബീഡിയൻസ്. ദൈവം പറയുന്ന പാർഷ്യൽ ഒബീഡിയൻസ് അല്ല, ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവ്. പിന്നെ നമ്മൾ വായിച്ച വിഷയമുണ്ടല്ലോ, നമ്മെ തന്നെ സമ്പൂർണ്ണമായി ദൈവം മുൻപാകെ പ്രതിഷ്ഠിക്കണം. കംപ്ലീറ്റ്. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 1-ാം വാക്യം വായിച്ച്. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 1-ാം വാക്യം. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തു നിന്ന് തീ ഇറങ്ങി ഹോമയാഗവും ഹനനയാഗവും ദഹിപ്പിച്ചു. യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു. സ്തോത്രം. ആലയം ഹോമയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിച്ചു. അവിടെ പിന്നെ വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്.
ദൈവം പറഞ്ഞുകൊണ്ടല്ലോ, ഇതെല്ലാം കണ്ടപ്പോൾ ദൈവത്തിന് ഇഷ്ടമായി. ദൈവം പറഞ്ഞു എന്റെ ഹൃദയവും കണ്ണും എപ്പോഴും ഇവിടെ ഇരിക്കുമെന്ന് പ്രതീക്ഷിച്ചു. എന്റെ ഹൃദയവും കണ്ണും എപ്പോഴും ഇരിക്കും. മൈ ഐസ് ആൻഡ് മൈ ഹാർട്ട് വിൽ ബി ഓൾവേസ് ബി ദേർ. അതുപോലെ യഹോവയ്ക്ക് പ്രതീക്ഷിച്ചു. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞ ഈ ആലയത്തെ നോക്കി ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ ഏത് ദേശത്ത് പോയാലും അവരെ മടക്കിക്കൊണ്ടിരും. അതുകൊണ്ടാണ് ദാനിയേലൊക്കെ എന്നറിയാമോ യെരൂശലേമിൽ നിന്നുള്ള കിളിവാതിലുകൾ തുറന്നുകൊണ്ട് നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കും. വചനം വെച്ചാ പ്രാർത്ഥിക്കും. വചനം വെച്ചാ പ്രാർത്ഥിക്കും. ദാനിയേലിന് കഥ പറഞ്ഞെന്ന് വിചാരിച്ച് AC വർക്ക് ചെയ്യാത്തോണ്ടല്ല, വചനം വെച്ച് പ്രാർത്ഥിക്കുക. ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പോരാട്ടം വരും. ഉടനെ ഉണ്ടല്ലോ അവര് മനസ്സിലായി പ്രാർത്ഥിക്കുന്നവരെ എങ്ങനെയായാലും പിടിച്ച് ചുമക്കുടി ഇടണം. അതിന്റെ പരിപാടി അടുത്തും അതാ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് പോരാട്ടം കൂടി വരുന്നത്. എന്നാൽ അതിനെയൊക്കെ ജയിക്കാനുള്ള ദൈവകൃപ നമ്മൾ പഠിക്കുന്നവർ കോളേജിൽ പോകുന്നവർക്കേ ഉള്ളൂ ടെസ്റ്റ്, അല്ലാത്തവർക്ക് വീട്ടിൽ ഇരിക്കുന്നവർക്ക് ടെസ്റ്റ് ഇല്ല. ടെസ്റ്റ് വരുന്നതിന് പ്രൊമോഷന് വേണ്ടിയാ. പ്രാർത്ഥിക്കാൻ തീരുമാനമെടുത്തു എന്നാ ദാനിയേൽ എന്താ അറിയോ, ഇനി തൊട്ട് ഞാൻ വെളി കഥ തുറന്ന് പ്രാർത്ഥിക്കുന്നില്ല, ജനൽ തുറന്ന് പ്രാർത്ഥിക്കുന്നില്ല, ഇനി കട്ടിക്കട്ടയാ പ്രാർത്ഥിക്കുന്നത്. ഇല്ല, എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം, അനുസരണമുള്ളവനായിത്തീരണം. ദൈവം പറയുന്ന വാക്ക് ഞാൻ അനുസരിക്കാൻ പോവാ. പതിവ് പോലെ അങ്ങനെ വായിക്കണം. പതിവ് പോലെ രാജാവിന്റെ കൽപ്പന പറയുന്നു ഇനി 30 ദിവസത്തേക്ക് വേറെ ഏതെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനെ എന്താണെന്നറിയാമോ സിംഹത്തിന് ബുദ്ധി. അപ്പോൾ ദാനിയേൽ പറയാ നമുക്ക് ബുദ്ധി കൊണ്ടൊന്ന് ആലോചിക്കണ്ടായോ? ബുദ്ധി കൊണ്ടല്ല ആലോചിക്കുന്ന, ആത്മാവ് പറയുന്ന ചെയ്യാ. പതിവ് പോലെ രാജകൽപ്പന എഴുതിയിരിക്കുന്നുവെന്ന് അറിഞ്ഞിട്ട് പതിവ് പോലെ ദാനിയേൽ കിളിവാതിലുകൾ തുറന്നു വചനം വെച്ചാ പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ഈ ആലയത്തിന് നേരെ നോക്കി പ്രാർത്ഥിച്ചാൽ അവരെവിടെ ചെതറിപ്പോയാൽ അവരെ മടക്കി കൊണ്ടുവരുന്നുള്ള വചനമാണ്. അതുകൊണ്ട് നമ്മുടെ വചനപ്രകാരം പ്രാർത്ഥിക്കണം. ഫീലിങ്ങിന്റെ പുറത്തല്ല, വചനം വെച്ചാ പ്രാർത്ഥിക്കുന്നത്. കോർട്ടിൽ ചെന്ന് ജഡ്ജി പറയുന്നത് വിധി പ്രഖ്യാപിക്കുന്ന എല്ലാം അമേരിക്കയിലെ നിയമം അനുസരിച്ചാ. അല്ല എനിക്ക് ഫീൽ ചെയ്യുന്നു, ഫീലിങ്ങിന്റെ പുറത്തല്ല ജഡ്ജി പറയുന്നത്. ഫീലിങ്ങിന്റെ പുറത്തൊന്നും പറയത്തില്ല, എല്ലാം നിയമം അനുസരിച്ചാ പറയുന്നത്. അതുകൊണ്ട് സ്വന്തം നമ്മൾ തന്നെ സമ്പൂർണമായിട്ട് ദൈവം മുൻപാകെ പ്രതിഷ്ഠിക്കണം. ആലയെ യഹോവയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിച്ചപ്പോഴാണ് പറയുന്നത് എന്റെ കണ്ണും ഹൃദയം എപ്പോഴും ഇവിടെ ഇരിക്കും. അതുകൊണ്ട് നമ്മുടെ ഈ ശരീരമാകുന്ന ആലയം ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠിക്കണം. എന്റെ ഹിതം ചെയ്യുവാൻ ഞാൻ സമ്പൂർണ്ണമായിട്ട് എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. എന്റെ ഹിതം ചെയ്യുവാൻ ഞാൻ ഏൽപ്പിക്കുകയാണ്. ഇനി എന്റെ ശിഷ്യായിക്ക് മുഴുവൻ കർത്താവിന്റെ ഹിതം ചെയ്യണം, അതിനുവേണ്ടി പ്രതിഷ്ഠിക്കണം. 5-ാമത്തെ കാര്യം നമ്മൾ വായിക്കുന്ന വിഷയമുണ്ടല്ലോ, ലേവ്യ പുസ്തകം 2-ാം അധ്യായം 4-ഉം 6-ഉം വായിച്ച സിസ്റ്റർ. 4, 5, 6 വേഗം വായിച്ചത്. അടുപ്പത്ത് വെച്ച് ചുട്ടത് നീ ഭോജനയാഗമായി കഴിക്കുന്നുവെങ്കിൽ എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത ദോശകളോ എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകളോ ആയിരിക്കണം നിന്റെ വഴിപാട്. ചട്ടിയിൽ ചുട്ട മതി. നമ്മളിപ്പം വായിച്ചു കേട്ടല്ലോ, പഴയ കാലത്ത് ദൈവത്തിന് ബോധനയാവുമായി അർപ്പിക്കുന്ന പുളിപ്പില്ലാത്ത ദോശകളോ വടകളോ കൊണ്ടുവന്ന ശേഷം അത് കഷ്ണമായി നുറുക്കിയ ശേഷം അതിന്മേൽ എണ്ണ ഒഴിക്കണം എന്ന് പറഞ്ഞാൽ തകർന്നും നുറുങ്ങിയുള്ള ഹൃദയത്തോട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. സങ്കീർത്തനം 51:17 വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ഹന്യയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ നമ്മുടെ ഹൃദയത്തിന്റെ തരിശുകളെ നമുക്ക് ഉഴുതു മറിക്കണം. ഒശ്യാപ്രവചനം 10:12 വായിക്കുന്നുണ്ട്, അപ്പോൾ ദൈവം അതിന്റെ ഉഴവ് ചാലുകളെ തന്റെ ആത്മാവിനാൽ നനയ്ക്കും. കറക്റ്റ് ആയിട്ടാണ്. തകർന്നും മുറിഞ്ഞുമുള്ള ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. സ്തോത്രം. പുളിപ്പില്ലാത്ത വടകളൊക്കെ കൊണ്ട് അതിനെ കഷ്ണമായി നുറുക്കണം. പിന്നെ അതിന്മേൽ എണ്ണ ഒഴിക്കണം. അതാണ് പരിശുദ്ധാത്മാവ്. തകർന്ന് നുറുങ്ങി വിളിക്കുന്ന ഹൃദയം ദൈവത്തിന് പ്രേരിത. പിന്നത്തെ കാര്യം നമ്മൾ വായിക്കുന്ന ആത്മാവിനെ പ്രാപിക്കാൻ വലിയ ദാഹം നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം 37, 38, 39 വാക്യങ്ങൾ വായിച്ചാട്ടെ സിസ്റ്റർ പ്ലീസ്.
യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവൻ എല്ലാം എന്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അപ്പൊ നോക്കിക്കേ, ഒരാൾ കർത്താവിനെ സ്വന്തം ശിഷ്യമായി സ്വീകരിക്കുമ്പോൾ, ഞാൻ ഇന്നലെ പറഞ്ഞ വിഷയമാണ്, കർത്താവിനെ സ്വന്തം ശിഷ്യമായി സ്വീകരിക്കുമ്പോൾ എന്തോ സംഭവിക്കുന്നത്? ആത്മാവ് അവന്റെ ഉള്ളിൽ വന്നു. പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ ആരും രക്ഷിക്കപ്പെടത്തില്ല. കർത്താവിനെ സ്വന്തം ശിഷ്യമായി അംഗീകരിക്കുന്ന ആത്മാവിന്റെ പ്രവൃത്തി വേണം. അപ്പൊ ആത്മാവ് ഉള്ളിൽ വന്നു, അവന് ആത്മാവ് വന്ന് ഉള്ളിൽ വസിക്കുക. ആത്മാവ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നതാണ് പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് എഴുത്തിടുന്ന പോലെ ആദ്യം സീൽ ചെയ്യുക. സീൽ ചെയ്ത ശേഷം ആത്മാവിന്റെ മുദ്ര വന്നു. അപ്പം പിന്നെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്ന വിഷയമാണല്ലോ. റോമാലേഖനം 8-ാം അധ്യായം 16-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, യേശു നമ്മുടെ രക്ഷകനെന്നും പരിശുദ്ധാത്മാവ് നമ്മളോട്, ആ വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. ദൈവത്തിന്റെ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. 8-14 വായിച്ച 20 16-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവും കൂടെ സംസാരിക്കുക. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. അതെപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക. നീ ഇവിടുത്തുകാരനല്ല, ഞാൻ നിന്നെ മുദ്ര ഏൽപ്പിക്കുക. അപ്പൊ നമ്മുടെ ആത്മാവ്, നമ്മുടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. ഇത് കറക്റ്റാണ്. ഒരാൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ആത്മാവിന്റെ ഉള്ളിൽ വന്നു, സീലടിച്ചു. സീലടിച്ച ആത്മാവ് നമ്മുടെ ആത്മാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഈ പരിശുദ്ധാത്മാവ് സ്നാനം എന്ന് പറയുന്നത് അത് വേറെ എക്സ്പീരിയൻസാണ്. ഇവിടെ ചിലർ പറയുന്നറിയോ, ഞങ്ങൾക്കും പരിശുദ്ധാത്മാവുണ്ട്, അത്രയ്ക്ക് മതിയാണ്. അവിടെ ഇരുന്നോ. ഈ ആത്മാവുണ്ട്, അച്ചാരമൊക്കെ ഉണ്ട്, വളരെ കറക്റ്റാ. അച്ചാരമുള്ള സഭയിൽ ചെന്ന് മെമ്പറായിട്ടിരിക്കും. അവിടെ ചെന്ന് സ്വഭാവം കഴിഞ്ഞ് വീട്ടിൽ പോവാ, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. ശക്തിയില്ല, പവറില്ലെന്ന്. പവർ വേണമെങ്കിൽ കർത്താവ് പറഞ്ഞതെന്ന് അറിയാമോ, എന്നോട് കേട്ട വാക്യത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ കടന്നു വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും. ശക്തി ലഭിക്കുമ്പോൾ പിന്നെ നടക്കുന്ന സംഭവം എന്നറിയാം, നിങ്ങൾ എന്റെ സാക്ഷികളാണ്. ഈ ആത്മാവിന് ശക്തി ലഭിക്കാതെ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാതെ നമുക്ക് ചെയ്യാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നതിന് ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന്. അപ്പോൾ നമ്മൾ കർത്താവ് നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുക. അനദർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാഭിഷേകം എന്ന് പറയുമ്പോൾ എന്ത് നടക്കുമെന്ന് അറിയാമോ, എന്നിലുള്ള പരിശുദ്ധാത്മാവിന്റെ ആ അളവ് വായിൽ കൂടെ വരിക. എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ വായിൽ ഒഴുകുക. ആ ഒഴുകുന്ന ഒഴുക്കാണ് അന്യഭാഷ. അന്യഭാഷ. എന്നിൽ വിശ്വസിക്കുന്നതിന് ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന്. ഒഴുകുകയാണ്, വായിൽ കൂടാണ് വരുന്ന ഈ അന്യഭാഷ. അന്യഭാഷ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതിന്റെ ഒന്നാമത്തെ തെളിവായി. അന്യഭാഷയിൽ ഒരാൾ സംസാരിക്കുമ്പോൾ അറിയാം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച വ്യക്തിയായിട്ട്. അതാണ് ആത്മാവിന്റെ സ്നാനം. അപ്പൊ ഈ സ്നാനം എല്ലാവർക്കും ആവശ്യം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ പത്രോസിന് മാത്രമല്ല, നിങ്ങൾ 120 പേരും കാത്തിരിക്കണം. ആത്മാവ് നിങ്ങളുടെ മേൽ കടന്നു വരുമ്പോഴുണ്ടല്ലോ, ദൈവം നമ്മളോട് ഏൽപ്പിച്ച പ്രവൃത്തി ചെയ്യണമെങ്കിൽ ആത്മാവിന്റെ ശക്തി ചെയ്യാനൊക്കത്തില്ല. നമ്മുടെ കഴിവുകൊണ്ട് ചെയ്യാനൊക്കത്തില്ല. ഇറ്റ് ഇസ് നോട്ട് ബൈ മൈറ്റ്, നോട്ട് ബൈ പവർ, വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ആത്മാവിനാലേ ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പൊ യേശുവാണ് അതിന്റെ മാതൃക കാണിച്ചത്. യേശുവിന്റെ ജീവിതം ജന്മം ആത്മാവിലായിരുന്നു. എല്ലാം പ്രൈസിലോട് പിന്നെ ആത്മാവിൽ വളർന്നെന്ന് വായിക്കുന്നു. സ്നാനമേറ്റ ഉടനെ പരിശുദ്ധാത്മാവ് വന്നു. ആത്മാവ് നിറഞ്ഞവനായി മരുഭൂമിയിലേക്ക് പോയി. ആത്മാവിനാൽ സ്നാനപ്പെടുവാൻ സ്വന്തം ഉപവസിച്ചു. പിന്നെ ആത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെട്ട് പിന്നെ ഗലിയിലേക്ക് തിരിച്ചു വന്ന് ഭൂതങ്ങളെയൊക്കെ പുറത്താക്കുന്ന എല്ലാം ആത്മാവിനാലാണ്. അപ്പൊ യേശുവിന്റെ ശുശ്രൂഷ മുഴുവനും ആത്മാവിന്റെ ശക്തിയല്ല. ഇതാണ് കർത്താവ് നമുക്ക് കാണിച്ച മാതൃക. ഇതുകൊണ്ടാണ്
അതിൽ പത്രോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഈ ക്രിസ്തു നിങ്ങൾക്കൊരു മാതൃക കാണിച്ചു വെച്ചിരിക്കുന്നു. ഈ മാതൃക തന്നെ നമ്മൾ പിന്തുടരണം. അല്ല അവരിവരും പറയുന്ന പോലെ അല്ല, വചനം എന്തോ പറയുന്നു അതനുസരിക്കുന്നത്. ഇവിടെ നമ്മൾ വായിച്ചു വെക്കണം, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം എന്നുള്ള ഇസ് എ മസ്റ്റ്. അതെല്ലാ വിശ്വാസികളും എല്ലാവരും ആത്മാവിൽ നിറയണം, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം. അത് അത്യാവശ്യമായ കാര്യമാണ്. ഈ ആത്മാവ് നമ്മുടെ മേൽ കടന്നു വരുമ്പോൾ ഈ ആത്മാവിനെ ജഡത്തിന്റെ ക്രിയകളെ മരിപ്പിക്കാൻ ഒക്കത്തുള്ളൂ. ഈ ആത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ പ്രൈസലോട് നമുക്ക് ആത്മാവിനാൽ ജഡത്തിന്റെ ക്രിയകളെ മരിപ്പിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇനി എടുത്തു വായിച്ചാട്ട് സ്തോത്രം എഫെസ്യ ലേഖനം 3-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യം വായിച്ചാട്ട്. സ്വർഗത്തിലെ ഭൂമിയിലുള്ള സകല കുടുംബത്തിനും വേർപെടുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതും അകത്തെ മനുഷ്യൻ ശക്തിയോട് ബലപ്പെടാൻ ഞാൻ മുട്ടുകുത്തുന്നു. ഞാൻ എന്റെ ദൈവത്തിന് മുൻപാകെ മുട്ടുകുത്തിപ്പെടാൻ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണം. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നാലേ നമുക്ക് ശക്തിപ്പെടാനൊക്കത്തുള്ളൂ. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ആദ്യ മനുഷ്യൻ പക്വതയുള്ളവനായി തീരുവാൻ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണം. നമുക്ക് കുടിയിട്ടില്ല വാക്യം. ഈ ശക്തി അങ്ങോട്ട് അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിച്ചു കഴിയുമ്പോൾ എന്ത് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് സാക്ഷിയാകും. പവർ വന്നോ പിന്നെ ഫ്രിഡ്ജ് വെച്ചാലും എല്ലാം വെച്ചാലും വർക്കാവും. പവർ ഇല്ലെങ്കിൽ എന്തോ യൂസ്, ഒരു യൂസും ഇല്ല. എല്ലാം ഉണ്ട്, ഇലക്ട്രിക് ഫ്രിഡ്ജ് ഉണ്ട്, എല്ലാം ഉണ്ട്. പവർ ഇല്ലെങ്കിൽ അതെല്ലാം ചോയ് ആയിട്ട് മാറും. ചോയ് പവർ ഇല്ലെങ്കിൽ എല്ലാം ചോയ്യാ. എല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാം മാറ്റി എല്ലാം ഉണ്ട്. ഞാൻ ചോദിക്കുന്നത് പവർ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പവർ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ശക്തി ലഭിക്കണം. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തി പ്രകടനം ഞാൻ മുട്ടുകുത്തുന്നു. ഞാൻ വലിയവനായ ദൈവത്തിന് മുൻപാകെ ഞാൻ മുട്ടുകുത്തുക. നിങ്ങളെല്ലാം ശക്തി പ്രാപിക്കണം. ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ സാക്ഷിയാവും. ഞാൻ പറഞ്ഞില്ലയോ, ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണമാണ്. സ്തോത്രം. ഞാൻ ഒരു സഹോദരി പറഞ്ഞു, ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തൊണ്ടയ്ക്ക് വേദന വന്നു. ഞാൻ പറഞ്ഞു ശക്തിയെപ്പറ്റി പേപ്പറ്റിയെപ്പറ്റി പറയാൻ പറഞ്ഞു. അപ്പോൾ സഹോദരി എടുത്തു വാക്കി പറയാം, പക്ഷേ ഞങ്ങളുടെ വീട്ടിലൊരു പട്ടി ഉണ്ടായിരുന്നു. ഞങ്ങൾ വളർത്തിക്കൊണ്ടിരുന്ന പട്ടിയാ. പട്ടി ഇങ്ങനെ വളർത്തിക്കൊണ്ടിരുന്ന എന്നും കഴിച്ചു കുടിച്ചു ഒക്കെ ഇങ്ങനെ കിടന്ന് ഉറക്കമൊക്കെ ആയിരുന്നു. ഒരിക്കൽ ഈ പട്ടിക്ക് ശക്തി ലഭിച്ചു. എന്തോ ഞാൻ പേ പിടിച്ചെന്നു. ഈ പട്ടിക്ക് അകത്തെ മനുഷ്യനങ്ങ് ശക്തി പ്രാപിച്ചു. ഞങ്ങളത് അറിഞ്ഞില്ല. ഈ പട്ടി പേ പിടിച്ച കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല. ഞാൻ ആത്തയ്ക്ക പറിക്കാൻ വെളിയിലോട്ട് പോയതാ. ആത്തയ്ക്ക പറിക്കാൻ വെളിയിലോട്ട് പോയപ്പോൾ പട്ടിക്ക് എന്തോ അകത്ത് ശക്തി പ്രാപിച്ചത്. ആത്തയ്ക്ക പറിക്കാൻ ഞാൻ വെളിയിലോട്ട് പോയപ്പോൾ തിരിച്ചു വരുന്ന വഴി പട്ടി എന്നെ ആദ്യം കയറി കടിച്ചു. പിന്നെ വീട്ടിലുള്ള എല്ലാവരെയും കടിച്ചു. എല്ലാവരെയും കടിച്ച് പട്ടി പറഞ്ഞ് അവിടെ നിൽക്കുന്ന ഇനി ഇത്രയും കടിച്ചുള്ളത് മതി, ഇനി വരുന്ന ഞായറാഴ്ച കടിക്കാം. ഇല്ല, വരുന്ന ഞായറാഴ്ചയല്ല കടിക്കും, ഇന്ന് തന്നെ ബാക്കിയുള്ളവരെ മുഴുവൻ കടിക്കും. വീട്ടിലുള്ള മൊത്തം പേരും കടിച്ച് അവർ കടിച്ച് ഈ പട്ടിക്ക് എന്തോ പറ്റിയെന്ന്. പട്ടിക്ക് അകത്തെ മനുഷ്യൻ ബലപ്പെട്ടു, ശക്തി അങ്ങ് പ്രാപിച്ചു. പട്ടി വീട്ടിലുള്ള എല്ലാവരെയും കടിച്ചു. ഇനി ഇന്നത്തെ രോഗം അവസാനിച്ചു. അല്ല, ശക്തി ലഭിച്ചു കഴിഞ്ഞാൽ പുറത്തോട്ട് ചാടി അയൽവക്കക്കാരെ മുഴുവൻ കടിച്ചു. പിന്നെ പുറത്തോട്ടങ്ങ് ചാടുക. പക്ഷിയോട് ചോദിക്കുക ഇങ്ങനെ പോയാൽ നിന്റെ അവസ്ഥ എന്തോ ആയിത്തീരും. എന്നാ ഈ കടി നിർത്തുന്ന വല്ലവരും എന്നെ കൊല്ലുന്നവരെയും കടിക്കും. എന്റെ പ്രാണനെ വിലയേറിയാതെ ഞാൻ എണ്ണുന്നില്ലെന്ന്. എന്നെ ശക്തി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അടങ്ങിയിരിക്കാനൊക്കത്തില്ല. ഈ കർണാടകയിൽ ഈ പാപ്പുള്ളവരൊക്കെ അവർക്ക് വലിയ പഠിത്തമില്ലാത്തവർ ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ എക്സാമ്പിൾ പറഞ്ഞ് അവരെ പഠിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാവരും പേപ്പട്ടി ആകണം. കന്നഡ വായിക്കുന്ന ഉച്ചിനായി ആയിരിക്കൂ എന്ന് പറഞ്ഞാൽ പേപ്പട്ടി ആയി നിങ്ങൾ ഇരിക്കണമെന്ന്. ആദ്യം വീട്ടിലുള്ളവരെ കടിക്കണം. വീട്ടിലുള്ളവരെ കടിച്ച് പുറത്തിറങ്ങി കടി തുടങ്ങണം. ഞായറാഴ്ച യോഗത്തിന് വരുമ്പോൾ ഒരാളിനെ കൂടെ കൊണ്ടുവരണം. കടിച്ച ഒരാളെ കൊണ്ടുവരണം അവിടെ യോഗത്തിന്. ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്നു ഞാൻ. സ്തോത്രം.
ശക്തി അല്ലാതെ ഈ പട്ടിക്ക് പേയില്ലാത്ത പട്ടിയാണെങ്കിൽ വാ തുറക്കുന്ന എന്തിനാണ്? കഴിക്കാൻ. പിന്നത്തെ ജോലി എന്നത് ഉറങ്ങാൻ. അതുകൊണ്ടാണ് യശയാപ്രവചനം 56-ാം അധ്യായത്തിൽ എന്റെ ദാസന്മാർ ഊമനായിക്കൾ, അവർ നിദ്രാപ്രിയർ. നമ്മളെ പറ്റിയല്ല, പുറത്തുള്ളവരെ പറ്റി. എന്റെ ദാസന്മാർ നിദ്രാപ്രിയർ, അവർ ഊമനായിക്കൾ. 2-ാം വാക്യം. ഈ നായ്ക്കൾ ഒരിക്കലും പ്രത്യക്ഷപ്പെടാതെ കൊതിയന്മാർ തന്നെ. അവർ കാവൽക്കാർ, കുരുടന്മാർ, അവരെ എല്ലാവരും പരിജ്ഞാനമില്ലാത്തവർ, അവരെല്ലാവരും കുരപ്പാൻ വഹിയാത്ത ഊമനായ്ക്കൾ തന്നെ. കിടന്നുറങ്ങോ? അവർ ഊമനായ്ക്കള് എന്ന് പറഞ്ഞാൽ പേയില്ലെന്ന്. അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിച്ചില്ല. ഊമനായ്ക്കള്, നിദ്രാപ്രിയർ. അവർ കഴിക്കുക ഉറങ്ങുക, കഴിക്കുക ഉറങ്ങുക, കഴിക്കുക ഉറങ്ങുക, കഴിക്കുക ഉറങ്ങുക. അവർ ഊമനായ്ക്കൾ. വചനമായി പറയുന്നത് അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ പേപ്പട്ടിയാവും. കറക്റ്റാ. പിന്നെ വിഷയങ്ങളൊന്ന് ആരെന്നെ കൊല്ലുമ്പോ എല്ലാം ഈ കടി നിർത്തുന്നെന്നറിയാമോ? ആരെങ്കിലും ആ പട്ടിയെ തല്ലിക്കൊല്ലുന്നവരെ കടിച്ചോണ്ടിരിക്കും. ഇതാണ് ശക്തി മനുഷ്യൻ ശക്തി പ്രാപിച്ചാൽ വരുന്ന ഗുണം. പിന്നെ ആരെ കണ്ടാലും സുരേഷം അറിയിക്കും. അതിനകത്ത് ഒരു എക്സ്ക്യൂസുമില്ല. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ ഭൂമിയിൽ തീയിടാനാ വന്നിരിക്കുന്നത്. സഹോദര, ഭൂമിയിൽ തീയിടാനാ. അത് ഇപ്പോഴേ സത്യങ്ങൾ കൊള്ളായിരുന്നു. ഞാൻ ആഗ്രഹിക്കുന്നു. ആത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ കടന്നു വന്നാൽ അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടു കഴിഞ്ഞാൽ സാക്ഷിയാവും. കണ്ടാലും തന്റെ ഉള്ളിലെ ആഗ്രഹം എന്താ അറിയാമോ? അവരോട് സുവിശേഷം അറിയിക്കാം. ഇന്ത്യയിലൊക്കെ വന്ന് വില്യം കയറിയൊക്കെ എന്തുവായിരുന്നു? ഇതുപോലുള്ള താല്പര്യത്തോടാ വരുന്നത്. അന്ന് പണ്ടത്തെ കാലങ്ങളൊന്നും ഫ്ലൈറ്റും ഒന്നുമില്ല. അവർ കപ്പലിലാ വന്നത്. ഇംഗ്ലണ്ടിൽ നിന്ന് വില്യം കയറി ഇന്ത്യ വന്നപ്പം വെസ്റ്റ് ബംഗാളിലോട്ടാ വന്നത്. കൽക്കട്ട വരികയാണ്, ഭാഷ അറിയത്തില്ലെന്ന്. കപ്പലെ ഇരുന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ എനിക്ക് ആ ബംഗാളി ഭാഷ അറിയത്തില്ലെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വന്നു. കൽക്കട്ടയിൽ വന്നു മിനിസ്ട്രി അവിടെ തുടങ്ങി. എന്തോ ദൈവം ചെയ്തെന്നറിയാമോ? ബംഗാളി ഭാഷ ബംഗാളികൾക്ക് പഠിപ്പിക്കാനുള്ള ജോലി കൊടുത്തു. അവിടുത്തെ കോളേജിലെ പ്രൊഫസറാക്കി. എങ്ങനെയാണെന്നറിയാമോ? ബംഗാളി ഭാഷ പഠിപ്പിക്കുന്ന ആരുമില്ലെന്ന്. ദൈവത്തെ നമ്മൾ സേവിക്കുന്ന ഏത് ദൈവത്തെ ആഗ്രഹമുണ്ടോ ദൈവം സാധിപ്പിക്കും. വില്യം വന്ന് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തു, പല കാര്യങ്ങളും ചെയ്തു. സ്തോത്രം. വില്യം കയറി വന്നതാ. എന്താ കാര്യം എന്നറിയാമോ? പ്രൈസിലോട് എനിക്ക് ശക്തി ലഭിച്ചു. അകത്ത് ശക്തി പ്രാപിച്ചു. ശക്തി പ്രാപിച്ച ലാംഗ്വേജ് ഒക്കെ ദൈവത്തിന്റെ കയ്യിലായിരിക്കുന്നത്. ലാംഗ്വേജിനെ കളിക്കുന്നത് ദൈവമാണ്. ഈ ലാംഗ്വേജിനെ തിരിച്ചു മറിക്കുവാൻ ദൈവത്തിന് കഴിയും. നമ്മളെ ബാബുബ്രദറിന്റെ ആരംഭ സാക്ഷ്യം കേട്ടല്ലോ. എനിക്ക് തോന്നുന്നു തോമസ് എബ്രഹാമിന്റെ സാക്ഷ്യം കേട്ടത്. നോർത്ത് ഇന്ത്യ ചെന്ന് മലയാളത്തിൽ പറഞ്ഞ് ഹിന്ദി ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് അദ്ദേഹത്തിന് ഹിന്ദി ഭാഷ വന്നു. ഹിന്ദി സംസാരിക്കാം. ട്രാൻസ്ലേറ്റുകാരൻ പറഞ്ഞു, ഇനി എന്തിനാ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു? ഹിന്ദി തന്നെ സംസാരിക്കുക. ലാംഗ്വേജ് ഒക്കെ ദൈവത്തിന്റെ കയ്യിലായിരിക്കുന്നത്. ഞാൻ ഇന്ത്യ പ്രസംഗിക്കുന്നതാ. പ്രൈസിലോട് ഒരു ലാംഗ്വേജേ ഉള്ളായിരുന്നു. കാരണം കൊണ്ടല്ലോ ലാംഗ്വേജിനെ കലക്കി. അവർ സ്വർഗത്തോളം എടുത്തുന്ന ഗോപുരം പണിയാൻ വന്നപ്പം പറഞ്ഞു, നമുക്കൊരു പേരുണ്ടാക്കാം. പേരുണ്ടാക്കാൻ തുടങ്ങിയാൽ ഉടനെ കലക്കം വരും. നമ്മുടെ പേരല്ല വേണ്ടത്. പേരുണ്ടാക്കാനോ നാമം ഉണ്ടാക്കാനോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ കലക്കം വരും. ഇവിടെ നമ്മൾ നോക്കിച്ച വിഷയമുണ്ടല്ലോ. സ്തോത്രം. കർത്താവ് പറഞ്ഞ വിഷയമുണ്ടല്ലോ. സ്തോത്രം. നമ്മൾ ചെയ്യുന്നതെല്ലാം ആർക്കുവേണ്ടി ചെയ്യുന്നു? കർത്താവിന് വേണ്ടി ചെയ്യുക. സ്തോത്രം. അപ്പം വലിയ ദാഹം നമുക്കുണ്ടായിരിക്കും. പിന്നെ സ്തോത്രം, ആത്മാവിനെ പ്രാപിക്കുവാനുള്ള വലിയ ദാഹം ഉണ്ടാകണം നമുക്ക് ഉള്ളില്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ആത്മാവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തോ ആയിത്തീരുമെന്ന് അറിയാമോ? പേപ്പട്ടിയെ പോലെ ആയിത്തീരും. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസിനെ കർത്താവിനെ കണ്ടു. അപ്പോസ്തലപ്രവൃത്തി 8-ാം വാക്യം വായിച്ചിട്ട് അപ്പോൾ ശൗലോ അങ്ങനെ വായിക്കുന്ന ആ വാക്യം വായിച്ചു വേഗം വായിച്ചത്. ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ എല്ലാവരും യഹൂദ്യ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി.
ആ ശൗലോ ശക്തിയുള്ള മൂന്നാം വാക്യം വീട് തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിലേൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു. ഹലോ, കർത്താവിന് ഈ ശൗലിനെ വലിയ ഇഷ്ടപ്പെട്ടു. വീട് തോറും എന്ന് പറഞ്ഞാൽ അങ്ങ് പേപ്പട്ടി പോലെ കറക്റ്റ് പറയണ്ട, സഭയെ മുടിക്കുക. അത് കർത്താവിന് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഓ, ഇത് നല്ല ഒരു മനുഷ്യനാ. വീട് തോറും ചെന്ന് ആണുങ്ങളെ പെണ്ണുങ്ങളെ ഞാൻ തൊടത്തില്ല, ഞാൻ ആണായോണ്ട് തൊടത്തില്ല, അങ്ങനല്ല. ആണിനെ പെണ്ണെ പിടിച്ചോണ്ട് വരിക. പേപ്പട്ടി കറക്റ്റ് പേപ്പട്ടിയായിട്ട് ആണിനെ പെണ്ണെ പിടിച്ചോണ്ട് വരുമ്പോൾ കർത്താവ് പറഞ്ഞു, ഓ ഇതെനിക്ക് ഈ ആളിനെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഒന്ന് തിരിച്ചിട്ടാ മതി. എഫ്രേമിനെ പറ്റി പറയുന്ന അവൻ മറിച്ചിടാത്ത ദോഷം. അവൻ ദൈവം പറഞ്ഞത് ഇതിനെ ഒന്ന് മറിച്ചിട്ടാൽ മാത്രം മതി, ഇത്രയേ ഉള്ളൂ പരിപാടി. ഈ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് നല്ല ദോശയാ, ഒന്ന് മറിച്ചിട്ട് ആ സൈഡിലൂടെ വെന്താ മതി. എഫ്രേം മറിച്ചിടാത്ത ദോശ. അപ്പൊ ദൈവം പറഞ്ഞു ഒന്ന് മറിച്ചിട്ടാൽ മാത്രം. മറിച്ചിടാൻ ദൈവം ദമസ്കോസിലോട്ട് പോകുന്ന വഴിവാദിക്കം മറിച്ചിട്ടു. കർത്താവ് ആരാന്ന് അറിഞ്ഞപ്പോ കർത്താവിനോട് നീ ആരാവുന്നു കർത്താവേ? കർത്താവ് ചോദിക്കുന്നത് ആദ്യം ചോദിക്കാം, ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്താണ്? അയ്യോ, എന്തോ പറയുന്നു? നീ ഉപദ്രവിക്കുന്നോ? നീ ഉപദ്രവിക്കുന്നവനാ യേശുവാകുന്നു ഞാനെന്ന. കാരണം ദൈവത്തിന്റെ ജനത്തെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കർത്താവിനെ ഉപദ്രവിക്കുന്നത്. കർത്താവിനെ ഉപദ്രവിക്കുന്നത്. നമ്മൾ ആരെയും ഒരു വാക്കും പറയുന്നത്, ഞാൻ എപ്പോഴും പറയുന്ന വിഷയമുണ്ട്, എല്ലാവരും കുഞ്ഞും ബഹുമാനിക്കണം. ആരെങ്കിലും പുച്ഛിച്ചു കഴിഞ്ഞാൽ കർത്താവിനെ പുച്ഛിച്ചെന്ന് ഓർത്തോണം. അവൻ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുക. ആരെയും സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. എല്ലാം ദൈവകരങ്ങളെ കേൾപ്പിച്ചു കൊടുക്കണം, കർത്താവിന്റെ കരങ്ങളെ കേൾപ്പിച്ചു കൊടുക്കണം. സ്തോത്രം. ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത്. ഈ ശൗലിനെ കർത്താവ് തൊട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ ശൗല് ചോദിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാം, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം, അല്ല നീ എനിക്ക് എന്തോ ചെയ്യുന്നല്ല. What shall I do for you, Lord? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? നീ അവിടെ ഞാൻ നിന്നോട് സംസാരിക്കുക എന്തെല്ലാം ചെയ്യണമെന്ന്. നീ എനിക്ക് വേണ്ടി എന്തെല്ലാം കഷ്ടം അനുഭവിക്കും, അവൻ എനിക്ക് വേണ്ടി എന്തെല്ലാം കഷ്ടം അനുഭവിക്കണമെന്ന് ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. എന്തെല്ലാം കിട്ടുമെന്നല്ല, കഷ്ടം അനുഭവിക്കണമെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. നോക്കിക്കേ, ശൗൽ എന്തായെന്നറിയാമോ? മേൽക്കുമേൽ ബലം പ്രാപിച്ച് ദമസ്കോസിലുള്ള എല്ലാരും മിണ്ടാതെ, അത് വലിയ അത് മറിച്ചിട്ട് ദോഷം അതാണ് കറക്റ്റ് പേപ്പട്ടി. അത് കറക്റ്റ് പേപ്പട്ടി. എല്ലാരെയും മിണ്ടാതെയാക്കി, യഹൂദന്മാരെ മൊത്തം മിണ്ടാതെയാക്കി യേശു കർത്താവെന്ന് തെളിയിക്കണം. കറക്റ്റ് പേപ്പട്ടിയാ. ആത്മാവിന്റെ ശക്തി അങ്ങോട്ട് പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ, സ്നാനപ്പെട്ടു അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ, ആ ശക്തി അങ്ങോട്ട് ബലപ്പെട്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ചോദ്യം എന്നറിയാമോ? സകലരെയും മിണ്ടാതെയാക്കിയിട്ട് യേശു കർത്താവെന്ന് തെളിയിച്ചു ദമസ്കോസില്. ഇതാണ് കറക്റ്റായിട്ട് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പ്രജയോട് ആ ശക്തി നമ്മുടെ മേൽ കടന്നു വന്നെങ്കിൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ. സ്തോത്രം. ഈ ആത്മാവിന്റെ ശക്തി പ്രകടനമായിട്ട് മാറണം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എന്റെ പ്രസംഗമോ ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, എന്റെ പ്രസംഗം ആത്മാവിന്റെ ശക്തി പ്രകടനമാണ്. So that your faith may not rest on man's wisdom but on God's power. ദൈവത്തിന്റെ പവറിലാണ്. പ്രസംഗം കേട്ട് കഴിഞ്ഞോ ഇന്നാര് പ്രസംഗിക്കുന്നു അതൊന്നും പറഞ്ഞുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ജോസഫ് മാത്യു പറഞ്ഞു, ഇതോ ജോസഫ് മാത്യു ഞാൻ എപ്പോഴും പറയുന്നില്ലോ, റാങ്ക് കിട്ടിയ SSLCക്ക് റാങ്ക് കിട്ടിയ പ്രൈസിലോട് ആ വ്യക്തിയോട് ചോദിക്കത്തില്ല ഏത് പേന കൊണ്ടാണ് നീ എഴുതിയത്, ആരും ചോദിക്കത്തില്ല. ആ വ്യക്തിക്ക് ക്രെഡിറ്റ് പോകുന്നു. ആരാ? കർത്താവ് തന്നെ മഹിമപ്പെടണം. ക്രിസ്തു തന്നെ നമ്മൾ മഹിമപ്പെടണം. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കുവാൻ ഞാൻ നിർണയിച്ചിരിക്കുക. ഇനി ഞാനല്ല, ക്രിസ്തു അത്രേ ജീവിക്കുന്നു, അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുക. അതുകൊണ്ട് ഇന്ന് രാവിലെ സമയത്ത് ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. തുടർന്ന് ആ വിഷയത്തെ സംസാരിക്കുന്നതാണ്. എല്ലാ ഉദ്ദേശം എന്താ അറിയാമോ? എല്ലാവരും പരിശുദ്ധാത്മാവിഷയം പ്രാപിക്കാനുള്ളവരെല്ലാം പ്രാപിക്കാം. നമുക്ക് അന്നേരം അടുത്ത പ്രമോഷൻ കിട്ടത്തുള്ളൂ. പേപ്പറ്റിയെ പോലെ ആയിത്തീരണോ, അല്ലെങ്കിൽ ഊമനായ്ക്കളായിത്തീരും. ആത്മാവ് വന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചില്ലെങ്കിൽ ഊമനായ്ക്കളാ.
അതെ അതെ അതെ. ആത്മാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ, പിന്നെ അടങ്ങിയിരിക്കത്തില്ല. പിന്നെ നമ്മുടെ അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞ പോലെ എല്ലാരെയും മിണ്ടാതെയാണ്. കാരണം ആത്മാവിന്റെ ശക്തി ലഭിച്ചെന്ന ഓരോ വീട് ഓരും പോയി ആണിനെ പെണ്ണെ പിടിച്ചോണ്ട് പോവാ. അയ്യോ പെണ്ണുങ്ങളെ ഞാൻ തൊടത്തില്ല, ഞാൻ അവർക്ക് എന്തോ തോന്നട്ടെ. സകല മനുഷ്യരോട് രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും എല്ലാ നിലയിലും ഞാൻ ക്രിസ്തുവിന്റെ സൗരഭ്യവാസന ആയിട്ടില്ല. ഞാൻ ക്രിസ്തുവിന്റെ സൗരഭ്യവാസന നിങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിനെ വേണ്ടി ഞങ്ങൾ നിന്റെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളെ സമ്പൂർണ്ണമായി നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. ഞങ്ങൾ ഊമനായിട്ടരായിരിക്കുവാനുള്ളവരല്ല. കർത്താവിന് വേണ്ടി ശക്തി പ്രാപിച്ച് കാണുന്നവരെ എല്ലാവരോട് സുവിശേഷം അറിയിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമം മാത്രം ഞങ്ങളിൽ മഹത്വപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കണമേ. എല്ലാരെയും മിണ്ടാതെയാക്കുവാൻ ആത്മാവിന്റെ ശക്തിയോടുകൂടെ സകലരെയും മിണ്ടാതെയാക്കിയ പോലെ യേശു കർത്താവിന് തെളിയിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ദൈവം അധികമായി പാരണമേ. യേശു പിതാവേ കേൾക്കുവാണമേ. ആമേൻ.